വടിയോരത്ത് തമ്പടിച്ച് നിൽക്കുന്ന സ്വഹാബിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുന്നവരോട്, നിങ്ങൾ ഇവിടെ കൂട്ടം കൂടിയിരുന്ന് നല്ലത് സംസാരിക്കുകയാണെങ്കിൽ ചില ബാധ്യതകളൊക്കെ നിർവഹിക്കണം. എന്താ നബിയെ നിർവഹിക്കേണ്ടത്? ആദ്യമായി കഫുൽ അദാ, ഒരാളെയും ശല്യം ചെയ്യാൻ പാടില്ല. ശല്യങ്ങളൊക്കെ നിർത്തണം. ഇതിലൂടെ ആണുങ്ങൾ പോകും, പെണ്ണുങ്ങൾ പോകും, അതുപോലെ തന്നെ ശരീരത്തിൽ അംഗവൈകല്യമുള്ളവര് പോകും, പ്രയാസമുള്ളവര് പോകും. ഒരാൾക്കും ഇടങ്ങേറുണ്ടാക്കരുത്. റദ്ദുസ്സലാം, സലാം മടക്കണം. ഗള്ളുൽ ബസർ, കണ്ണ് നോക്കാൻ പാടില്ലാത്ത ദൃശ്യങ്ങൾ വരുമ്പോ ചിമ്മിക്കൊടുക്കണം. അംറും ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകരി, ധർമ്മം കൊണ്ട് കൽപ്പിക്കണം, തിന്മയിൽ നിന്ന് പാടെ വിട്ടു നിൽക്കണം. അതവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ബാധ്യതയാണ്. ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ കഴിയുമെങ്കിൽ ഇരുന്നാ മതി. അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലോ മറ്റു സംസാരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയിരുന്നോളൂ. അവിടെ ഈ വിഷയങ്ങളൊന്നും വരൂല. നിങ്ങൾക്ക് അവിടെ ഹദീസ് പറയാം, വിഷയങ്ങൾ പറയാം, ചർച്ചകൾ നടത്താം, അതുപോലെ തന്നെ സംശയങ്ങൾ ദൂരീകരിക്കാം, ഒക്കെ ചെയ്യാം. ഇവിടെ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോ പ്രത്യേകം ചില നിയമങ്ങൾ പാലിക്കണം. കാരണം പൊതുവഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകാനുള്ള വഴിയാണ്. അതിലൂടെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ പോകും, ദുർബലര് പോകും, പരിഹാസിക്കുന്ന ആൾക്കാർ പോകും, പലരും പോകും. നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടായി തീരേണ്ടത് ഈ ഉത്തരവാദിത്തങ്ങളാണ്.